കളിച്ചു വളർന്ന മൈതാനം നഷ്ടമാകുമെന്ന് കേൾക്കുമ്പോൾ ഏതൊരാൾക്കും ഹൃദയം പിളരുന്ന വേദനയുണ്ടാകും. തങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ പൊതുമൈതാനം സംരക്ഷിക്കാൻ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ആലുവ അശോകപുരത്തെ ഒരു കൂട്ടം മനുഷ്യർ. ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നിർമ്മിക്കുവാൻ ജില്ലാ ഭരണകൂടം ഗ്രൗണ്ടിനെ തിരഞ്ഞെടുത്തതോടെയാണ് പ്രതിസന്ധിയുണ്ടായത്. പല തലമുറകൾ ബൂട്ട് കെട്ടി കാൽപന്ത് തട്ടിയതിന്റെ ചരിത്രമുണ്ട് ഞാനീ നിൽക്കുന്ന അശോക ഗ്രൗണ്ടിന്. കാണികളെ ആവേശഭരിതരാക്കിയ എത്രയോ മത്സരങ്ങൾ. എന്നാൽ തങ്ങളുടെ എല്ലാമായ ഈ മൈതാനം തങ്ങളുടേതല്ലാതായി തീരുമോ എന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. കുട്ടികളെന്നോ മുതിർന്നവരെന്നോ ഇല്ല, വൈകുന്നേരമായാൽ എല്ലാവരും അശോക ഗ്രൗണ്ടിലെത്തും. ക്രിക്കറ്റും ഫുട്ബോളും ഷട്ടിലും അങ്ങനെ ഓരോരുത്തരുടെയും ഇഷ്ട കായിക ഇനങ്ങൾ. മണിക്കൂറുകൾ ചിലവഴിക്കുന്നിടം. ഈ മൈതാനം നഷ്ടമാവുമോ എന്ന ഭയത്തിലാണിന്നവർ. ഞങ്ങളാരും ഭവനരഹിതർക്കെതിരല്ല. ഒരു തുണ്ട് ഭൂമി ഒരാൾക്ക് കിട്ടുന്നതിനോടൊന്നും നമ്മളെതിരല്ല. പക്ഷേ ചൂർണിക്കര പഞ്ചായത്തിൽ ഒരേക്കറിന് മേളിൽ സ്ഥലങ്ങൾ മിച്ചഭൂമിയായിട്ട് തന്നെ ഒട്ടനവധി സ്ഥലങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ തന്നെ കിടക്കുമ്പോഴാണ് ആ 40 വർഷത്തിന് മുകളിൽ പാരമ്പര്യമുള്ള ഒരു ഗ്രൗണ്ട് അതിനെ മാറ്റിക്കൊണ്ട് വീട് വെക്കുന്നതിന് വേണ്ടി സർക്കാർ തിരഞ്ഞെടുത്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടം മുൻപ് മൈതാനത്തിന് അവകാശവാദം ഉയർത്തിയതാണ്. 1990കളിൽ മുട്ടത്ത് നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നവരെ അശോക ഗ്രൗണ്ടിൽ അധിവസിപ്പിക്കാനുള്ള നടപടിയും എടുത്തു. അന്ന് ഗ്രൗണ്ടിനെ രക്ഷിക്കാൻ നാട്ടുകാർ ചേർന്ന് 25,000 രൂപ പിരിച്ചെടുത്ത് ഗ്രൗണ്ടിനോട് ചേർന്നുള്ള കുന്നു നിരത്തി അവിടെ സ്ഥലം ഒരുക്കി കൊടുത്തു. എന്നാൽ ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ ഭാഗമായി വീടുകൾ നിർമ്മിക്കുവാൻ ഈ ഗ്രൗണ്ടിനെ തന്നെ ജില്ലാ ഭരണകൂടം തിരഞ്ഞെടുത്തു. ചൂർണിക്കര പഞ്ചായത്തിൽ വേറെയുമുണ്ട് പുറമ്പോക്ക് ഭൂമികൾ. എന്നാൽ അശോക ഗ്രൗണ്ടിനെ ഇല്ലാതാക്കുന്ന പഞ്ചായത്ത് തീരുമാനത്തിൽ അങ്ങേയറ്റം വിഷമത്തിലാണ് നാട്ടുകാർ. ഞാൻ മാത്രമല്ല, എൻ്റെ ചേട്ടൻ, എൻ്റെ അനിയൻ, അതേമാതിരി എൻ്റെ പിതാവ്, എൻ്റെ കൊച്ചാപ്പ, ഇവരൊക്കെ കളിച്ചുകൊണ്ടിരുന്ന ഗ്രൗണ്ടാണ് അത്. അന്ന് അശോക കമ്പനിയുടെ ആണെങ്കിൽ ഞങ്ങൾക്ക് കളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ ഗ്രൗണ്ട് വിട്ടു തരിക. വിട്ടു തന്നില്ലെങ്കിൽ അതിനുണ്ടാകുന്ന എല്ലാ പ്രക്ഷോഭങ്ങൾക്കും ആദ്യകാലങ്ങളിൽ അന്ന് ഉണ്ടായ സമയത്തും ഞങ്ങൾ കുറ്റി പറിച്ചു കളഞ്ഞ് പ്രക്ഷോഭങ്ങൾ പങ്കെടുത്തിട്ടാണ് ഞങ്ങൾക്ക് 1.5 കിട്ടിയത്. ഇന്നും വീണ്ടും അതിലേക്ക് ഞങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾക്ക് ആ ഭൂമി വിട്ടുകയെന്ന് ഞങ്ങളെ മക്കൾക്ക് കളിക്കാനുള്ള ഒരവസരം ഉണ്ടായി കൊടുത്തു തരിക. കാരണം ഒരു പഞ്ചായത്തിനൊരു ഗ്രൗണ്ട് വേണം. ഗ്രാമോത്സവങ്ങളും കായികമേളകളുമെല്ലാം അശോകയിലാണ് ഇതുവരെ അരങ്ങേറിയിരുന്നത്. ആ നാടിന്റെ ഉത്സവമായിരുന്നു അശോക ഗ്രൗണ്ടിലെ ഓരോ മേളകളും. എന്തു വില കൊടുത്തും തങ്ങളുടെ മൈതാനത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാർ. ആദ്യഘട്ടമായി കളക്ടറേറ്റിലേക്ക് ധരണിയും നടത്തും. ഓൺലൈൻ ഗെയിമിങ്ങും ലഹരി ഉപയോഗവും അരങ്ങുവാഴുന്ന ഈ പുതിയ കാലത്ത് പൊതുമൈതാനങ്ങൾ എന്ന പച്ചത്തുരുത്തുകളെ സംരക്ഷിക്കേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്. സബീത്തിനൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ.